പല സ്ഥലങ്ങളിലും സെഷൻസ് എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ സെമിനാർ ഹാൾ അല്ലെങ്കിൽ കോൺഫറൻസ് റൂം എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയാൽ മതി എന്നുണ്ട്. കാര്യം അതിൻ്റെ സൗണ്ടും അതിൻ്റെ ഒരു ആംബിയൻസ് ഒന്നും നമുക്ക് ഒട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ലോങ് സെഷൻസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റാത്ത പലപ്പോഴും ഫീൽ. അതിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ പ്രോബ്ലം ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ചിലയിടത്ത് ഭയങ്കര സൗണ്ട് എക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പലപ്പോഴും അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ പ്രശ്നമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കോൺഫറൻസ് റൂം ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ? കോൺഫറൻസ് റൂമിൽ പ്രത്യേകിച്ച് നമ്മൾ ലുക്ക് ആൻഡ് ഫീലിനേക്കാൾ ഉപരി അതിന്റെ അക്കോസ്റ്റിക്കിനെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പലപ്പോഴും ഒരു കോൺഫറൻസ് റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അതിന്റെ. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ അവിടെ മൈക്ക് വെച്ചൊരു പരിപാടി ചെയ്യാൻ പറ്റൂല. എല്ലാ ഹോട്ടലുകളും എല്ലാ വലിയ വലിയ ഹാളുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഈ എക്കോ സിസ്റ്റം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അത്രയും ക്യാഷും അല്ലെങ്കിൽ അത്രയും സ്പെൻഡ് ചെയ്ത് വെറുതെ ആയിരിക്കും. കറക്റ്റ് അക്കോസ്റ്റിക് പാനൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെമിനാർ റൂമിൽ നമുക്ക് ഇനിയിപ്പോൾ എത്ര വലിയ സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നാലും അല്ലെങ്കിൽ എത്ര ക്വാളിറ്റിയുള്ള സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നാലും നമുക്കത് ഉപകാരപ്പെടില്ല. അതെ, പിന്നീട് അത് കുറയ്ക്കാൻ നമുക്ക് കണ്ടിട്ടുണ്ട്. ഫ്ലോറിൽ ഫുള്ള് മാറ്റിടുക, പിന്നെ ഭിത്തിയിൽ ചാക്ക് കയറ്റുക, ഇതൊക്കെ കുറേ പരിപാടി പിന്നീട് അഡീഷണൽ ഈ സൗണ്ടിന്റെ പ്രശ്നം കൊണ്ട്. ആക്ച്വലി പിന്നെ ഈ അക്കോസ്റ്റിക് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. അതായത് നോർമലി നമ്മൾ ഒരു വാൾ പാനലിംഗ് ചെയ്തതിന് പകരം അക്കോസ്റ്റിക് ഇത്തിരി എക്സ്പെൻസീവ്. സൗണ്ട് പ്രൂഫിംഗ് സിസ്റ്റം അതിന് മെത്തേഡ് ഉണ്ട്. അതിനൊരു 3 ലെയർ മെത്തേഡാണ്. പലപ്പോഴും അത് ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറഞ്ഞ ക്യാഷ് ലാഭിക്കാൻ വേണ്ടിയോ. അതെ, ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒരു എക്സ്പെർട്ടുകളെ കൊണ്ടല്ല ഇത് ചെയ്യിപ്പിക്കുന്നത്. നമ്മളിപ്പോ ഒരു എയ്മർ ഇന്റർനാഷണൽ സ്കൂൾ പറഞ്ഞ ഒരു ബിസിനസ് സ്കൂൾ മാർക്കറ്റ് യൂണിവേഴ്സിറ്റി 50,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ്. അതിൽ നമ്മള് സെമിനാർ റൂം ചെയ്ത അക്കോസ്റ്റിക് പാനൽ സിസ്റ്റം ആണ്. അവിടെ ഒരു കറക്റ്റ് അത് ആർക്കിടെക്ട് അത് സ്പെക്ക് തന്നിട്ടുണ്ട്. അവര് അതിന് ആ സെമിനാർ റൂമിൽ കറക്റ്റ് അത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്പെക്കിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല എഫക്റ്റീവ് ആണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് മെറ്റീരിയൽസും ഡെഡിക്കേറ്റഡ് പ്ലാനും അതിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതൊരു ഡെഡിക്കേറ്റഡ് ടീം അല്ല ചെയ്തതെന്ന് വെച്ചാല് നമുക്ക് അതിനെ കൊണ്ടുള്ള അതിന്റെ നമ്മൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അത് കിട്ടൂല. അതായത് അതിന് ബേസിക് നോളജ് ഉള്ള ഒരു ടീം ചെയ്യണം.